ഇങ്ങനെയല്ല പറഞ്ഞാലോ മാത്തുക്കുട്ടി, നമ്മള് പരിചയക്കാരല്ലേ? ജപ്പാന സാധനം ഒറിജിനൽ. രൂപയൊക്കെ ഞാൻ പിന്നെ തരാം, ഇതെനിക്ക് വേണം. ഇതൊക്കെ മാറ്റി പിന്നെ അങ്ങ് ഫിറ്റ് റൈബാന. എങ്ങനെയുണ്ട്? അല്ല, വിറ്റ് വിറ്റപ്പോ നമ്മളെ കടലിനകത്ത് തരാ ഫോറിൻ കച്ചവടം. ഞാൻ വെറുതെ എടുത്തു നോക്കിയതാ. എന്തെടുത്ത് നോക്കണേ? എടാ, അട്ടനെ പിടിച്ച് മെത്തേക്ക് എടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. മനസ്സിലായോ? നമുക്ക് ഈ തുണിക്കച്ചവടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിർത്തണ്ടേ? അന്ന് പറഞ്ഞ പിന്നെ ഞാനിത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്താ. ഇപ്പൊ ഡയറക്റ്റ് അളിയാൻ വന്നപ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ, ഗിഫ്റ്റ് ഒക്കെ ആയിട്ട്. ആ ഉണ്ണിനും വേലപ്പനും കണ്ടില്ലല്ലോ. അവരെവിടെയെങ്കിലും ഊരുവിറ്റാൻ പോയി കാണും. സമയം 11 ഞാൻ ലോഡ് ഏറ്റിട്ട് മണിക്കൂർ 2 ഇങ്ങനെ ആയാലും ചെയ്യും. താൻ തന്റെ ജോലി ചെയ്താൽ മതി, അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ. എടാ, അവര് വന്നേ പിന്നെ എനിക്കൊന്ന് സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റേ. താൻ വായി നോക്കിക്കാ, ലിസ്റ്റ് വാങ്ങി പോകാൻ നോക്കണോ? അല്ല, മോനെ മാത്തുകുട്ടിയെ ഇങ്ങോട്ട് വേണം അല്ലേ? അത് നോക്കട്ടെ. കച്ചവടം കൂടുതൽ ഇവിടെ വേണമെന്ന് പലതവണ പറഞ്ഞിട്ടില്ല എന്നോട്. കസ്റ്റമേഴ്സിന് ഗ്യാസ് കിട്ടില്ല എന്ന് കേട്ടാ അന്റെ ഗ്യാസ് ഞാൻ പോക്കും. ആ, അനക്ക് ഗ്യാസ് വരുമ്പോ ഇവിടെ ബുക്ക് ചെയ്തിരുന്നോ ചേട്ടാ? വരാൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കൊച്ചമ്മയും സാറും അതല്ലേ കറക്റ്റ് ടൈമിന് ഞാൻ കൊണ്ടുവന്നത്. ഒരു കൈ തരൂ, ഇതകത്ത് വെച്ചേക്കാം. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. മൊട്ടയും മോൾമിറ്റൊക്കെ ശരിക്കും കഴിച്ചോണം. ഇന്ന് ഇത്തിരി ബിസിയാ. ഒരു 100 സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലമാടം പല്ലം പോയതിനകത്ത് കേട്ടിട്ടുണ്ട്. ആ, പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ പോർണ അല്ല, ഇത് നോക്കിയേ, കംപ്ലീറ്റ് എലാസ്റ്റിക്കാ. വലിച്ചു പോർണ കണ്ട മാലിയും മലേഷ്യ ഒന്നും അല്ല, ഒറിജിനൽ ഫ്രം ബോംബെ, ദുബായ്. ഇതൊരെണ്ണം മതി. പെർഫ്യൂം, വാഷിംഗ് മെഷീൻ, സോണി, TV എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ് ഇറക്കുക. അല്ല, ആളുകൾ എന്നെ പറയും ഓടിപ്പാഞ്ഞ് ഇറക്കുക. എന്ത് ഇപ്പൊ ഇത്രേ ഉള്ളൂ, ബാക്കി പിന്നെ തരാം. മതി 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 മതി. എന്നാ ചേട്ടൻ പോട്ടെ. എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഈ അച്ചാനെ അറിയിച്ചാൽ മതി. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പോട്ടെ.
ഇതെന്താണിത് മൊത്തം തരാൻ പറഞ്ഞു. മൊത്തം 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ എന്നതാ അങ്ങോട്ടോ? ഇത് അവിടെ പറ്റേച്ചി ബാക്കി 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. ഇപ്പൊ അവന്മാർ രണ്ടിനെയും കാണാനേ ഇല്ല. ഞാൻ തന്നെയാ പണി മുഴുവനും. അതുകൊണ്ട് ശമ്പളം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അതെ, എന്നെ പോലത്തെ പിശാചികളെ ജോലിക്ക് വെച്ചോണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ ശമ്പളം. അല്ലെങ്കിൽ നിനക്കെന്താ ശമ്പളം? കച്ചവടവും കിമ്പളും ഒക്കെ ഉണ്ടല്ലോ. ഏയ് അതൊക്കെ പൊളിഞ്ഞ് പാളീസായി. ആ അവന്മാര് വന്ന് കേറിയ പിന്നെ എനിക്ക് അതിനൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനിപ്പോ പുതിയ ഐറ്റംസ് ഒന്നും എടുക്കൊന്നുമില്ല. അപ്പൊ പഴയ ഐറ്റംസ് തന്നെ ഒന്നുമില്ല കളി. അത് നന്നായി. അതുകൊണ്ട് ഇവിടെ കംപ്ലൈന്റ്സ് കുറവുണ്ട്. അല്ലെങ്കിൽ നീ കാരണം ഞാൻ കേൾക്കുന്ന തെറിക്ക് വല്ല കയ്യും കണക്കുണ്ടാവോ? തൊപ്പിക്കച്ചവടക്കാരൻ. ഞാൻ തന്നെ തോറ്റ് തൊപ്പിട്ടിരിക്കാൻ ഇവന്റെ ഇടയില്. ആര്? ചേച്ചി ഇരിക്കുന്നു. കളിപ്പിക്കാനോടാ, സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലോ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങളെ ചേച്ചിയെ ചേച്ചും വാച്ചൊന്നും പാടില്ല. ഇതൊരു ഗ്യാസിന്റെ കട. 10 വർഷം സർക്കസിൽ കത്തിയെറിഞ്ഞതാ ഞാൻ. എന്റെ അടുത്ത് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞങ്ങളിപ്പോ എന്ത് കാണും? എന്റെ യൗമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെങ്കിൽ മര്യാദയ്ക്ക് പറ്റില്ല. എന്താ വേണ്ടേ? ഞങ്ങളുടെ പൊന്നോമന ചേച്ചിയെ നീയും നിന്റെ ആൾക്കാർ കൂടെ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയില്ലടാ. തട്ടിക്കൊണ്ടുപോകാൻ നിന്റെ ചേച്ചി എന്താണ് ഇപ്പൊ കേക്കണേ? ഇനി ഉണ്ണിയപ്പന്മാരുടെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കുമോ? എവിടെയാ അവർ? ഞങ്ങളുടെ മീന ചേച്ചിക്കും കൂട്ടുകാരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. അവരെ ഒളിപ്പിച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ ആ കളി തീക്കളിയാവും. ഇതൊക്കെ ആ വേലപ്പന്റെ വേലയപ്പായിരിക്കുള്ളൂ. ആ വെറുതാണ് വേലപ്പൻ. അയാളോട് ചോദിച്ചാൽ ചേച്ചിയും പാച്ചിയും ഒക്കെ വീതരാ. കുട്ടി തവാങ്കൾ. ഇതെന്തോ